കാലഗണനയ്ക്ക് അപ്പുറത്തായി. ചരിത്രത്തിന്റെ ഗണകിരണങ്ങൾ എത്തിനോക്കാത്ത അത്രയ്ക്കും വിദൂരമായ കാലത്തിന്റെ അഗാധതയിൽ ഒരു പൊൻവെളിച്ചം പ്രത്യക്ഷമായി. അത് വളർന്ന് വികസിച്ച് ഒരു വലിയ ആഗോള പ്രഭ പോലെ, ഒരു ഉജ്ജ്വലമായ പന്തം പോലെ വളർന്ന് വികസിച്ചുകൊണ്ടേയിരുന്നു. അതൊരു പൂനിലാവായി മാറി. അതിൽ നിന്ന് മാനവ ചൈതന്യം അതിനെ തൊട്ടുണർത്തി. ഭാവനയും ചിന്തയും സ്നേഹവും എല്ലാം കൂടിക്കലർന്ന് മനുഷ്യ മനസ്സിൽ വലിയ പരിവർത്തനങ്ങൾ ഉണ്ടാക്കി തീർത്തു. സമൂഹം അത് ഏറ്റുവാങ്ങി. അങ്ങനെ ഒരു കലയുടെ രൂപം ആവിർഭവിച്ചു. അത് ദൃശ്യകലയും ശ്രവ്യകലയും എല്ലാം കൂടിച്ചേർന്ന ഒരു സൗന്ദര്യ സ്വരൂപമായി. അതാണ് ആയിരത്താണ്ടുകൾക്ക് കടന്നുവന്ന് പരിണമിച്ച ഒരു മഹോത്സവമായി രൂപാന്തരപ്പെട്ടത്. അത് പെരുമനം എന്ന് പറയുന്ന ക്ഷേത്രത്തോട് അനുബന്ധിച്ചുള്ള ഒരു സ്ഥലത്തായി അത് വിരിഞ്ഞു വികസിച്ചു. അത് പെരുമനം മഹോത്സവമായി രൂപാന്തരപ്പെട്ടു. അങ്ങനെ രൂപാന്തരപ്പെട്ട ആ മഹോത്സവം ആയിരത്താണ്ടുകളെ പിന്നിടുകയായി. രൂപവും ഭാവവും ഭാവഭദ്രതയും കൈവന്നു. സൗന്ദര്യ സ്വരൂപമായി പരിണമിച്ചു. നാദ ബ്രഹ്മം അതിൽ അന്തർഭവിച്ചു. അങ്ങനെ പെരുമനം ഉത്സവം 108 ദേവീദേവന്മാരുടെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു മഹാമേളയായി, അല്ലെങ്കിൽ ഒരു മഹോത്സവമായി അത് പരിണമിച്ചു. അത് കാലാതീതമാണെന്ന് കണക്കാക്കത്തക്ക വിധത്തിൽ ഇന്നും കൃത്യമായ കണക്കുകളോ കൊല്ലങ്ങളുടെ ഗണനങ്ങളോ കിട്ടിയിട്ടില്ല. എന്നാലും ഭാവന അനുസൃതമായി ചിന്താധാരയ്ക്ക് അധീനമായും ചിന്തിച്ചപ്പോൾ ഏകദേശം 2500-നും 3000-നും മധ്യേ അത് ആവിർഭവിച്ചിരിക്കണം എന്ന് ചിന്തിക്കുന്നതിൽ അപാകതയുണ്ടാവാൻ വഴിയില്ല. ജ്യോത്സ്യന്മാരുടെ ഗണനകൾ വെച്ച് നോക്കുമ്പോൾ ക്ഷേത്രത്തിന്റെ നിർമ്മിതിയിലും ക്ഷേത്രകലയുടെയും അതുപോലെ തന്നെയുള്ള ക്ഷേത്ര ആരാധനയുടെയും കാലപ്പഴക്കത്തെപ്പറ്റി പരിഗണിക്കുമ്പോൾ 2000-നും 2500-നും 3000-നും മധ്യേ ഇതെല്ലാം സംഭവിച്ചിരിക്കണം എന്ന് ഗണിച്ചു വരുന്നു, കണക്കാക്കി വരുന്നു. ആ പെരുമനം മഹോത്സവം രൂപാന്തരപ്പെട്ട് മങ്ങിയും തെളിഞ്ഞും വീണ്ടും കൂടുതൽ പ്രഭയോടെ ശോഭിച്ചും അതൊരു നാടിന്റെ മുഴുവൻ സ്പന്ദനമായും ആഘോഷമായും അതുപോലെ തന്നെയുള്ള ഭരണ നൈപുണ്യത്തിന്റെ ചാരിതാർത്ഥ്യജനകമായ പ്രത്യക്ഷ രൂപമായും അതങ്ങനെ സാമുദായിക സൗഹാർദ്ദത്തോടുകൂടി മുന്നോട്ടു നീക്കൊണ്ടിരുന്നു. കാലാന്തരത്തിൽ അതിന് രൂപഭേദം വന്നു. 2500-ൽ പരം കൊല്ലങ്ങൾ
മുൻപ് ആരംഭിച്ചിട്ടുണ്ടായിരിക്കണം എന്ന് സങ്കല്പിക്കുന്ന ഈ മഹോത്സവം, ഈ ഗ്രാമോത്സവം, പെരുമനം ഗ്രാമോത്സവം പല തരത്തിലും വളർന്ന് വികസിച്ച് 108 ദേവീദേവന്മാരുടെ മഹോത്സവമായി മാറി. എന്തോ കാലത്തിൻ്റെതായ അതിൻ്റെതായ വിധിവൈഭവം എന്ന് പറയട്ടെ, അവിടെയും മങ്ങലുകൾ വന്നു. പെരുമനം മഹോത്സവം അത് നടത്തിപ്പുകാരുടെയോ മറ്റ് ജനതതിയുടെയോ നിരുത്സാഹത്തിൻ്റെയോ വ്യക്തി വൈരാഗ്യത്തിൻ്റെയോ മറ്റെന്തെല്ലാമോ കാരണത്താൽ അത് മന്ദീഭവിച്ചു. മഹോത്സവം മുടങ്ങി. ഉത്സവം മുടങ്ങാൻ പറഞ്ഞു വരുന്ന കാരണങ്ങളിലൊന്ന്, ഈ ഉത്സവം നടക്കുന്ന സമയത്ത് സങ്കടക്കാരെങ്കിലും ഉണ്ടോ എന്ന് വിളിച്ച് ചോദിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കൊല്ലം ഉത്സവത്തിന് വേണ്ടി പുറപ്പെടുവാൻ വേണ്ടി ബലി തൂകിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ചോദ്യം ഉയരുകയും സങ്കടക്കാരിൽ ഒരാൾ വന്ന്, ഒരു ബ്രാഹ്മണൻ വന്ന് തനിക്ക് സങ്കടം ഉണ്ടെന്ന് പറയുകയും തൻ്റെ മകൾ വിവാഹിതയല്ലെന്നും അവൾ പുഷ്പിണിയായി എന്നും അത് കാരണത്താൽ സങ്കടം തീർക്കണമെന്ന് അഭ്യർത്ഥിച്ചതോടുകൂടി അത് എന്തോ ദൈവഹിതമോ അല്ലയോ കരുതിക്കൂട്ടിയോ എന്ന് നിശ്ചയിക്കാൻ സാധിക്കാത്ത വിധത്തിൽ ഉത്സവം മുടങ്ങുകയാണുണ്ടായത്. കാരണം അതിൻ്റെ സങ്കടം തീർത്തു വരുവാനുള്ള സമയമോ സന്ദർഭമോ ഉണ്ടായിരുന്നില്ല. അങ്ങനെ പെരുമനത്തുത്സവം മുടങ്ങി. കാലങ്ങൾ വീണ്ടും നീങ്ങി. പരിണാമങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്നു. പലരുടെയും ഹൃദയത്തിൽ ആ ജ്വാല മങ്ങി കനലുകൾ മാത്രം എരിഞ്ഞുകൊണ്ടിരുന്നു. കൊല്ലങ്ങൾ നീങ്ങി. 10, 15, 20, 100, 150 എത്രയോ എന്ന് ഗണിക്കാൻ പോലും വയ്യാത്ത ഫലത്തിൽ 500 കൊല്ലം വരെ കണിക്കാക്കുന്നതായിട്ടുള്ള ഒരു വലിയ ഇടവഴി വന്നുപെട്ടു. പ്രകൃതി കോപങ്ങളും സർവനാശങ്ങളും സർവകലഹങ്ങളും യുദ്ധങ്ങളും തുടരെ തുടരെ ഉണ്ടായി. ബ്രാഹ്മണരും അതുപോലെ തന്നെ മറ്റ് തിരുമേനിമാരും പണ്ഡിതന്മാരും ജ്യോതിഷികളും നാട്ടുകാരും നാട്ടുപ്രമാണിമാരും ഒത്തുചേർന്നു ഒരു ഉത്സവം പുനരാരംഭിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ പെരുമനത്തുത്സവമായി, പെരുമനം പേരുപയോഗിച്ചുകൊണ്ട് ഉത്സവമായി മാറ്റരുത് എന്നുള്ള രൂപത്തിൽ അഭിപ്രായങ്ങൾ പൊന്തി വന്നു. എന്നാൽ പെരുമനം പൂരമാകട്ടെ എന്ന് പറയാനും അവിടെ വിഘ്നങ്ങൾ വന്നുകൊണ്ടേയിരുന്നു. തുടർന്ന് പെരുമനം ഉത്സവത്തിന് ശേഷം നടക്കുന്ന ആറാട്ട്, മഹോത്സവം കഴിഞ്ഞ് നടക്കുന്ന ആറാട്ടുപുഴ എന്ന് പറയുന്ന വിശാലമായ പാടത്ത് 108 ദേവീദേവന്മാരെ എഴുന്നള്ളിച്ചു കൊണ്ടിരുന്ന ആ വിശാലമായ സ്ഥലത്ത് ആറാട്ടുവിളക്ക് നടത്തിപ്പോന്നിരുന്നു എന്നുള്ളത് അന്നത്തെ എല്ലാവർക്കും അറിവുള്ളതും നടത്തി വരുന്നതുമായ ഒരു സംഭവമായിരുന്നു. പൂരം ആറാട്ടുപുഴയ്ക്ക് മാറ്റട്ടെ എന്നുള്ള അഭിപ്രായം വന്നു. ആറാട്ടുപുഴയിൽ തന്നെയാണല്ലോ ആറാട്ട് വിളക്ക് കഴിഞ്ഞ ശേഷം പിറ്റേ ദിവസം മണ്ടാരക്കടവിലുള്ള ആറാട്ടുകൾ നടക്കുന്നത്. അങ്ങനെ അഭിപ്രായ രൂപീകരണം വന്നു. സംഘടനകളായി പൂരത്തെ പുനരാവിർഭവിപ്പിക്കുവാനുള്ള എല്ലാവിധത്തിലുള്ള ഒത്തൊരുമയും സന്നദ്ധതയും ഉണ്ടായി.
അങ്ങനെ ആറാട്ടുപുഴ പൂരം എന്നുള്ള രൂപത്തിൽ അത് രൂപാന്തരപ്പെട്ട് ആറാട്ടുപുഴയിൽ മീനമാസത്തിലെ പൂരം നാളിൽ പൂരം കൊണ്ടാടുവാൻ തുടങ്ങി. പിറ്റേ ദിവസം കടവിൽ തന്നെ ആറാട്ടും തുടർന്നു പോന്നിരുന്നു. ഇത് എത്ര കാലം നടന്നു, 108 ആനകളോടുകൂടി നടന്നു എന്നുള്ളതിന് വ്യക്തമായ യാതൊരു രേഖയോ അറിവോ പണ്ഡിതന്മാർ പോലും പറയുന്നില്ല. അത് ആരംഭിച്ചിട്ട് ഏകദേശം ഇക്കൊല്ലത്തേക്ക് 2014 1432 കൊല്ലം പിന്നിട്ടിരിക്കുന്നു എന്ന ഒരു ഗണന വസ്തുതാപരമായി നിലവിലുണ്ട്. ആയാതു ശിവലോകന്ന കലാവരി വിലോകനാൽ ചിന്തയാ സദ്ഭിരാരംഭി ദേവപൂര മഹോത്സവം എന്ന് പെരുവനം ഗ്രന്ഥവരിയിൽ എഴുതി വെച്ചിട്ടുള്ള ശ്ലോകം കടവയാതി നിർദ്ദേശപ്രകാരം അത് നടന്നിട്ട് ഉദ്ദേശം 1400 പരം കൊല്ലങ്ങളായി എന്ന് ഗണിക്കപ്പെട്ട് പോരുന്നു. അതിനെ ആധാരമാക്കിയാണ് ഇന്നും ആറാട്ടുപുഴ പൂരത്തിന്റെ കാലഗണന കണക്കാക്കി വരുന്നത്. പൂരം ആരംഭിച്ചു. വിവിധ ദേശങ്ങളിൽ തൃശ്ശൂർ, മധ്യ കേരളത്തിന്റെ വിവിധ ദേശങ്ങളിൽ നിന്ന് പുറത്തുനിന്നും 108 ദേവീദേവന്മാർ എഴുന്നള്ളിച്ച് വന്നിരുന്നു. പൂരം അതിഗംഭീരമായി നടത്തിയിരുന്നു. പണ്ട് ആറാട്ടുപുഴ സ്ഥലത്തേക്ക് പെരുമനം ഉത്സവത്തിന് ഇരട്ടേപ്പനെ എഴുന്നള്ളിച്ചു കൊണ്ടുവന്നിരുന്നത് വെള്ളയും കരിമ്പടവും വിരിച്ച് വെറ്റില കൊണ്ട് പന്തലിട്ട് വിവിധ വാദ്യഘോഷങ്ങളോടുകൂടി ആയിരുന്നു. എന്നാൽ പെരുവനത്ത് ഇരട്ടേപ്പന്റെ വരവ് നിന്നതോടുകൂടി അതിന്റെ നായകത്വം പിന്നെ തൃപ്രയാർ തേവർക്ക് ആയി എന്നാണ് ചരിത്രത്തിൽ മുഖേനയും പണ്ഡിതന്മാർ മുഖേനയും പറഞ്ഞു വരുന്നത്. അപവാദങ്ങളും ഇല്ലാതില്ല. എന്തു തന്നെ ആയാലും സാക്ഷാൽ ശ്രീ രാമചന്ദ്രന്റെ ഗുരുവായ വസിഷ്ഠന്റെ തിരുമുറ്റത്ത് ആറാട്ടുപുഴ പൂരം നടന്നു വന്നു. നിരവധി ദേവീദേവന്മാരുടെ കയറ്റവും ഇറക്കവും വരവും ആയി. തെക്ക് നിന്ന് വടക്കോട്ടും വടക്ക് നിന്ന് തെക്കോട്ടും ഇറക്കങ്ങളും കയറ്റുമായും പടിഞ്ഞാറ് നിന്ന് വരവായി പൂരങ്ങൾ നിരവധി വന്നുകൊണ്ടിരുന്നു. പക്ഷേ കാലഭ്രമണത്തിൽ അതിനടിമപ്പെട്ട് പല കാരണത്താലും 108 ദേവീദേവന്മാർ കുറഞ്ഞ് ശേഷം 61 ദേവീദേവന്മാരായി നിരവധി കൊല്ലം നടന്നു പോരുകയും തുടർന്ന് 41 ദേവീദേവന്മാരായി വീണ്ടും നിരവധി കൊല്ലം തുടർന്നു പോരുകയും ചെയ്തിരുന്നു. ഈ 41 സംബന്ധിച്ച് ഇപ്പോൾ വ്യക്തമായ രേഖകളോ അറിവുകളോ ഉണ്ട്. ഈ പൂരങ്ങളെല്ലാം ഇവിടെ വന്നിരുന്നതിൽ പല കാരണത്താലും ഇത് മുടങ്ങിപ്പോവുകയുണ്ടായി. ഇന്ന് കാണുന്ന തൃശ്ശൂർ പൂരം, കുട്ടനെല്ലൂർ പൂരം, നെന്മാറ, വേങ്ങാട് തുടങ്ങിയതായിട്ടുള്ള മാണിക്യമംഗലം തുടങ്ങിയ സ്ഥലങ്ങളിൽ നടന്നു വരുന്ന പൂരങ്ങളെല്ലാം ഇവിടെ നടന്നു വന്നിരുന്നവരാണ്. വ്യക്തമായ വളരെ നിസ്സാരമായ കാരണങ്ങളെ ചൊല്ലി അഭിപ്രായ വ്യത്യാസങ്ങളും ആഢ്യത്വങ്ങളും എല്ലാം കണക്കാക്കി നിരവധി ക്ഷേത്രങ്ങൾ വരാതായി. തൃശ്ശൂർ പൂരം
ചില ആഢ്യത്വത്തിന്റെ പേരിൽ വരാതായി. കുട്ടനെല്ലേരും സ്വന്തം സ്വാർത്ഥപരമായ അഭിപ്രായ വ്യത്യാസങ്ങളെ കൊണ്ട് നിന്നുപോയി. മാണിക്യമംഗലം ടിപ്പു സുൽത്താന്റെ നിർദ്ദയമായ ആക്രമണത്തിന്റെ ഫലമായി നിന്നുപോയി. ഇങ്ങനെ വിവിധ കാരണങ്ങളാൽ നിന്നുപോവുകയും ആറാട്ടുപുഴ പൂരം ഇന്ന് 24 ദേവീദേവന്മാർ സംഗമിക്കുന്നതായ ഒരു ദേവമേളയായി, ഒരു ദേവസംഗമമായി അത് നിലനിന്നു വരികയും ചെയ്യുന്നു. ഇതിൽ പ്രധാനമായി ശാസ്താവിന്റെ പൂരം ആദ്യം തുടങ്ങി അവസാനം തൃപ്രയാറും ചേർപ്പ്, ഊരകം, ചാത്തക്കുടം തുടങ്ങിയ ദേവീദേവന്മാരുടെ സംഗമഭൂമിയായി അത് പൂരം അതിഗംഭീരമായി നടന്നു കൊണ്ടിരിക്കുന്നു. അങ്ങനെ ദേവരുടെ ഊരകം, ചേർപ്പ് എന്നീ ദേവീദേവന്മാരുടെ വരവോടുകൂടി ആറാട്ടുപുഴ പൂരം ഒരു പ്രഭാത സമയത്ത് വൈകുണ്ഠമായി മാറുകയാണ് ചെയ്യുന്നത്. അത്രയും പാവനമായ, വളരെ ദൈവീകമായ, ഏറ്റവും ലോകത്തിലെ പഴക്കമുള്ളതും ഏറ്റവും മതപരമായ ഒരു ഉത്സവമായി ലോകം ഗണിക്കുന്നതുമായ the oldest and the biggest religious festival in the world എന്ന് വിദേശീയരെ കൊണ്ടുപോലും പറയിപ്പിക്കത്തക്ക വിധത്തിലുള്ള ഒരു ഉത്സവമായി ഇന്നും നിലനിൽക്കുന്നു. പല ക്ഷേത്രങ്ങളും ഇവിടെ വന്ന് ദേവന്മാർക്ക് പൂരങ്ങൾ നടത്തുന്നു. എല്ലാവരും വന്നു ചേർന്ന് അന്നേ ദിവസം രാത്രി ശാസ്താക്ഷേത്രത്തിൽ സമ്മേളിച്ച് പിറ്റേ ദിവസം ആറാട്ടുകളും ശാസ്താവിനോട് ഉപചാരവും പറഞ്ഞ് തിരിച്ചുപോയി. അങ്ങനെ അശ്വതി നാളു മുതൽ അത്തം നാൾ വരെ പൂരം മഹോത്സവ വേള ഇന്നും ആചരിച്ചു വരുന്നു. ഇതിന്റെ എല്ലാം തുടക്കമായി പണ്ട് നടന്നു പോന്നിരുന്ന ഉത്സവത്തിന്റെ പ്രതിരൂപമായി തിരുവള്ളക്കാവ് ക്ഷേത്രത്തിൽ കുംഭമാസത്തിൽ ഉത്രം ദിവസം മീനമാസത്തിലെ പൂരത്തിന് കൊടികയറുക എന്നുള്ള ചടങ്ങ്, അതും ഉത്രം നാളിൽ തന്നെ കൊടിമരം കുഴിച്ചിട്ട് പൂരത്തിന്റെ പ്രതിരൂപമായ സിമ്പിളായി നിലനിർത്തി പോരുന്നു. ഇതാണ് ആമുഖമായി പറയുവാനുള്ളത്. അടുത്ത വിവരണം ആറാട്ടുപുഴ ക്ഷേത്രത്തെക്കുറിച്ച്.